ലക്ഷ്യം. വികസന കേരളമാണ് നമ്മുടെ ദൗത്യം. അതുപോലെ തന്നെ വികസന അനന്തപുരിയാണ് നമ്മുടെ സ്വപ്നം. ആ സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടി നമ്മുടെ പാർട്ടിയുടെ സമാരാധീനായ നേതാക്കന്മാർ കഴിഞ്ഞ 6 മാസക്കാലം പുതിയ സംസ്ഥാന കമ്മിറ്റി നിലവിൽ വന്നതിന് ശേഷം ആ ദൗത്യവും ആ ലക്ഷ്യത്തിനും വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്ന എന്റെ പാർട്ടി പ്രവർത്തകർ, തീർച്ചയായിട്ടും നമുക്കറിയാം ഇനി ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ തിരുവനന്തപുരം നഗരസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ ഈ കേരള സംസ്ഥാനത്ത് നടക്കുകയാണ്. നമുക്ക് വികസനം വേണം. കഴിഞ്ഞ കാലമത്രയും വികസനത്തിന്റെ മുന്നണിപ്പായിരുന്ന ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം, ഈ തിരുവനന്തപുരം നഗരത്തെ സംബന്ധിച്ചിടത്തോളം ആ വികസന മുന്നണിപ്പിന് ഒരു അന്ത്യം കുറിക്കുവാനാണ് ഭാരതീയ ജനതാ പാർട്ടി ഈ പദയാത്ര കൊണ്ടുദ്ദേശിക്കുന്നത്. നമുക്കറിയാം കഴിഞ്ഞ 2020 കാലഘട്ടത്തിൽ ഡിസംബർ മാസത്തിൽ നടന്ന തെരഞ്ഞെടുപ്പ് നമ്മുടെ തിരുവനന്തപുരം നഗരസഭയിൽ CPM നേതൃത്വം കൊടുക്കുന്ന LDFന്റെ ഒരു മുന്നണി സംവിധാനം അധികാരത്തിൽ വന്നു. അത് 5 വർഷങ്ങൾക്ക് മുമ്പ് മാത്രമല്ല, കഴിഞ്ഞ 43 വർഷം പരിശോധിക്കുന്ന സമയത്ത് CPM നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഈ തിരുവനന്തപുരം നഗരസഭ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ തിരുവനന്തപുരത്തിന്റെ ഈ നഗരസഭ പരിധി നമ്മളൊന്ന് പരിശോധിക്കണം. അന്ന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ CPM പറഞ്ഞു, ഞങ്ങളൊരു യുവത്വത്തെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുവാൻ പോകുന്നു. ഇന്ത്യ മഹാരാജ്യത്തിൽ തന്നെ ഇത്രയും പ്രായം കുറഞ്ഞ ഒരു മേയർ ഇന്ത്യ മഹാരാജ്യത്തിൽ തന്നെ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലും ഉണ്ടായിട്ടില്ല. ഇവിടെ യുവാക്കളുടെ പ്രശ്നം പരിഹരിക്കുവാൻ ഈ നാടിന്റെ 10 ലക്ഷത്തോളം വരുന്ന ജനസമൂഹത്തെ അവരുടെ നീറുന്ന പ്രശ്നങ്ങൾക്ക്, അവരുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി മുൻപന്തിയിൽ നിർത്തിക്കൊണ്ട് ഞങ്ങൾ പോരാടാൻ പോകുന്നത് ശ്രീ ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്ന കേവലം 21 വയസ്സ് മാത്രം പ്രായമേ ഉള്ളൂ. ഞങ്ങൾ അവതരിപ്പിക്കുകയാണ്. ഇവിടെ സമഗ്രമായ ഒരു മാറ്റം സൃഷ്ടിക്കുവാൻ പോകുകയാണ്. എന്തെല്ലാം കോലാഹലങ്ങളായിരുന്നു, എന്തൊക്കെയാണ് അവർ പറഞ്ഞത്. ഈ തിരുവനന്തപുരം നഗരം ആര്യ രാജേന്ദ്രൻ ഭരണത്തിൽ കയറിയതിനു ശേഷം നാം ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ആര്യ രാജേന്ദ്രൻ ഒരു കൊച്ചുകുട്ടി, ഞാൻ മുമ്പൊക്കെ പറയാറുണ്ട്, LKG സെന്ററിലെ LKG കുട്ടി, ആ ഭാഗത്തിൽ തന്നെയാണ് ഞാൻ ഇപ്പോഴും നിൽക്കുന്നത്. കഴിഞ്ഞ 5 വർഷത്തിന് മുമ്പ് ആര്യ രാജേന്ദ്രൻ അധികാരത്തിൽ വന്നപ്പോൾ ഞാൻ കൊടുത്ത ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ആണ്, AKG സെന്ററിലെ LKG കുട്ടിയാണ്. ഈ കുട്ടി ഈ ഭരണം നടത്തിയാൽ തിരുവനന്തപുരം നഗരത്തിലെ വികസനത്തിന് യാതൊരു പരിഹാരം കാണാൻ പോകുന്നില്ല. സമഗ്രമായ വികസനം, സുസ്ഥിരമായ വികസനം, അതിന് പരിഹാരം ആര്യ രാജേന്ദ്രൻ എന്നാണ് CPM പറഞ്ഞത്. പ്രിയമുള്ളവരെ, കേന്ദ്രാവിഷ്കൃത പദ്ധതിയല്ലാതെ നാം ഒന്ന് പരിശോധിക്കൂ. ഈ തിരുവനന്തപുരം നഗരത്തിൽ കേന്ദ്രാവിഷ്കൃത പദ്ധതിയല്ലാതെ മറ്റൊരു വികസന പ്രവർത്തനം എടുത്തു പറയുവാൻ ഈ
സ്മാർട്ട് സിറ്റി ഏകദേശം 12 റോഡുകൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മരുമോഹൻ മന്ത്രിയും അതുപോലെ തന്നെ ആര്യ രാജേന്ദ്രനും അതുപോലെ തന്നെ മറ്റു കുറച്ച് മന്ത്രിമാരും എല്ലാം കൂടി കൊട്ടിഘോഷിച്ചു. ഈ തിരുവനന്തപുരം നഗരത്തിലെ 12ഓളം റോഡുകൾ ഞങ്ങൾ സ്മാർട്ടാക്കിയിരിക്കുന്നു. ഇനി 22 റോഡുകൾ ഞങ്ങൾ സ്മാർട്ടാക്കാൻ പോകുന്നു. ഇവിടെ വികസനത്തിന്റെ കുതിച്ചുചാട്ടമാണ് തിരുവനന്തപുരം നഗരത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് പറഞ്ഞത്. ഇതാരുടെ പണം? സ്മാർട്ട് സിറ്റി എന്ന് പറയുന്ന സംസ്ഥാന ഗവൺമെന്റിന്റെയോ അല്ലെങ്കിൽ നഗരസഭയുടെ പ്രോജക്റ്റ് അല്ല, മറിച്ച് സ്മാർട്ട് സിറ്റി എന്നുള്ള ആശയം ഇന്ത്യ ഭരിക്കുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ഗവൺമെന്റ് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ശക്തമായ ഗവൺമെന്റ്, ആ ഗവൺമെന്റിന്റെ സ്വപ്നമാണ് ഈ തിരുവനന്തപുരം മാത്രമല്ല ഇന്ത്യ മഹാരാജ്യത്തിലെ ഒട്ടുമിക്ക നഗരങ്ങളും സ്മാർട്ടാകണം, സ്മാർട്ട് സിറ്റി ആകണം. അടിസ്ഥാന സൗകര്യ വികസനത്തിൽ എല്ലാ നഗരങ്ങളും ഒരുപോലെ വികസിക്കണം, ഒരുപോലെ വികസിപ്പിക്കണം. അതിനുവേണ്ടി ഈ തിരുവനന്തപുരം നഗരത്തിൽ കൊടുത്ത പണം എത്രയാണെന്ന് അറിയാമോ? പരിവഹ മന്ത്രി വലിയ കൊട്ടിഘോഷിച്ചുകൊണ്ട് ഇതെല്ലാം നമ്മുടേതാണ്, എട്ടുകാലി മമ്മൂഞ്ചി എന്നൊരു കഥാപാത്രമുണ്ട്, ആ കഥാപാത്രത്തെ പോലെ ഇതെല്ലാം ഞങ്ങളാണ് ചെയ്തത് എന്ന് വരുത്തിപ്പിക്കുവാൻ ഇവിടെ ഉദ്ഘാടന മാമാങ്കം നടത്തി. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ബഡ്ജറ്റ് സമ്മേളനത്തിൽ നമ്മുടെ ബഡ്ജറ്റിന്റെ കരട് പുസ്തകം പറിച്ചു നോക്കിയാൽ നിങ്ങൾക്കറിയാം. ആ പുസ്തകത്തിൽ കൃത്യമായി പറയുന്നുണ്ട്, കേന്ദ്ര ഗവൺമെന്റ് സ്മാർട്ട് സിറ്റി നിർമ്മാണവുമായി ബന്ധപ്പെട്ട് 787 കോടി രൂപ ഞങ്ങൾക്ക് കിട്ടി. ആർക്ക് കിട്ടി? CPM-നല്ല, നമ്മുടെ തിരുവനന്തപുരം നഗരസഭയ്ക്ക് കിട്ടി. ആ 787 കോടി രൂപ കൊടുത്തത് 1000 കോടിയാണ്. ഒന്നാം ഘട്ടവും രണ്ടാം ഘട്ടവും കൂടി മൊത്തം 1000 കോടി രൂപയാണ് കൊടുത്തത്. അതിൽ കേവലം 787 കോടി രൂപ മാത്രമാണ് ചെലവഴിച്ചിരിക്കുന്നത്. ബാക്കിയുള്ള പണം എവിടെ പോയി? സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന ഗവൺമെന്റിന്റെ ഫണ്ട്, അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്ന നിലയിൽ തിരുവനന്തപുരം നഗരസഭയുടെ ഫണ്ട്, സ്വകാര്യ വ്യക്തികളിൽ നിന്നും പിരിച്ചെടുക്കേണ്ട ഫണ്ട് തുടങ്ങി എല്ലാ ഫണ്ട് കൂടി ചേർത്താണ് 787 കോടി രൂപ ചെലവഴിച്ചു എന്ന് അവകാശപ്പെടുന്നത്. നഗരത്തെ സംബന്ധിച്ചിടത്തോളം നഗരത്തെ സ്മാർട്ടാക്കുക എന്ന് പറയുമ്പോൾ അതിനൊരു വിശാലമായ കാഴ്ചപ്പാടുണ്ട്. എന്താണ് ആ കാഴ്ചപ്പാട്? റോഡുകൾ BNBC ടാർ ചെയ്തത് കൊണ്ട് മാത്രം സ്മാർട്ട് സിറ്റി വികസനമാകില്ല. സ്മാർട്ട് സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഒരു വികസനം സുസ്ഥിരമാകണം. ആ സുസ്ഥിരമായ വികസനം ഉണ്ടാകണമെങ്കിൽ അതിനടിസ്ഥാനപരമായ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണം. വരുന്ന തലമുറയ്ക്ക് 50-60 വർഷം ഈ നാടിൽ ഇനി വരുന്ന തലമുറയ്ക്ക് ജീവിക്കുവാൻ വേണ്ട അടിസ്ഥാന സൗകര്യമാണ് സ്മാർട്ട് സിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് തന്നെയാണ് സുസ്ഥിരമായ വികസനം. പാരിസ്ഥിതിക്ക് കോട്ടം തട്ടാതെ അടിവരയിട്ട് പറയുന്നു. അതില് സ്മാർട്ട് സിറ്റി വികസനം നടത്തുമ്പോൾ പരിസ്ഥിതിക്ക് യാതൊരു വിധത്തിലുമുള്ള കോട്ടം തട്ടുവാൻ പാടില്ല. 60 വർഷം കഴിയുമ്പോഴും ഈ നാടിലെ ജനങ്ങൾക്ക് ഉപയോഗപ്രദമായുള്ള സൗകര്യങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാകണം. പ്രിയമുള്ളവരെ, 12 റോഡുകൾ മാത്രം നമുക്ക് പരിശോധിക്കാം. ഈ 12 റോഡുകളില് ഏതു തരത്തിലുള്ള വികസനമാണ് നടന്നിട്ടുള്ളത്? ഞാൻ പറയുന്നു, BNBC റോഡ് ടാർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് സമ്മതിക്കുന്നു. പക്ഷേ എവിടെയെങ്കിലും ഒരു തുണ്ട് ഭൂമി
വികസന പ്രവർത്തനം നടത്തി എന്ന് നെഞ്ചിൽ കൈവച്ച് CPM പറയുവാൻ സാധിക്കുമോ? BJP ചോദിക്കുകയാണ്.